എൻ്റെ സോഷ്യൽ മീഡിയ ജീവിതം എങ്ങനെയായിരുന്നു 2025-ൽ? തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക് സ്ക്രോളിംഗ് ഒരുപാട് അവസാനിപ്പിച്ചൊരു വർഷമായിരുന്നെങ്കിലും 2025-ൽ എനിക്ക് ഒരുപാട് കണ്ടൻറ്റുകൾ അനായാസേന ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഇനി 2026 ആകുമ്പോഴേക്കും എനിക്ക് 2026 മൊത്തം ഇയറിന് വേണ്ട എത്രയോളം കണ്ടൻറ്റുകൾ ഇവിടെ ഓൾറെഡി റെഡിയായി നിൽക്കുന്നു എന്നുള്ളതും വളരെ സത്യകരമായൊരു കാര്യമാണ്. എന്താണ് എന്നെ അതിനെ സഹായിച്ചത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഇത് നമ്മുടെ നാട്ടിലുണ്ടായപ്പം നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ ഗിഫ്റ്റായിട്ട് ലഭിച്ചപ്പം അതിൽ നിന്ന് പിന്തിരിഞ്ഞോടാതെ അതിൻ്റെ ഓരോ സാധ്യതകളും മനസ്സിലാക്കാൻ എൻ്റെ ഒരു തംബ്നെയിൽ ക്രിയേഷൻ പോലും അതിനുവേണ്ടിയുള്ള പഠനത്തിൻ്റെ വഴിയായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനൊപ്പം നീങ്ങിയതുകൊണ്ട് എനിക്ക് ഒരുപാട് കണ്ടൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഈസിയായി എന്നുള്ളതാണ്. പണ്ടൊക്കെ കണ്ടൻറ്റ് പ്രിപ്പറേഷനായിരുന്നു ഒരുപാട് സമയം എടുത്തിരുന്നെങ്കിൽ ഇനി പ്രിപ്പറേഷൻ വളരെ ഈസിയായി എന്നുള്ളതാണ്. അവിടെ നമ്മൾ ടച്ച് ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. കാരണം നമ്മുടേതായ കാര്യങ്ങൾ നമ്മളതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മുടേതായ ശൈലിയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൊണ്ട് നമ്മളത് മോഡിഫൈ ചെയ്തെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യമായി എന്നുള്ള തിരിച്ചറിവും എനിക്കുണ്ടായപ്പം എൻ്റെ സ്വന്തം അറിവ് നവീകരിക്കാനും അതുകൊണ്ട് കുറച്ചുകൂടി മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻഷ്യലായിട്ട് നമ്മളെ സ്റ്റോറികൾ ഷെയർ ചെയ്യാനും നമ്മളെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള രൂപത്തിലേക്ക് നമ്മളെ കണ്ടൻറ്റ് ക്രിയേഷനെ പരിവർത്തനം ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നൽകുന്ന ഓരോ കാര്യങ്ങളും ശരിയായ രീതിയിൽ അതാത് സമയത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റിയെന്നുള്ളത്. അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അവൈലബിലിറ്റി നമുക്ക് കൂടി എന്നുള്ളതും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും 2025-ൽ എനിക്ക് ആദ്യം കൺഗ്രാജുലേറ്റ് ചെയ്യാനുള്ളത് നമ്മൾ മനുഷ്യരുടെ സഹായിയായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാ സാധ്യതയെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഉടൻ തന്നെ പങ്കുവെക്കുന്നതാണ്. ഓക്കെ.